കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള പഠിച്ച ഒരു വ്യക്തി, ഒരു ലേഡി, പുള്ളിക്കാരി വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ എന്തെങ്കിലും പേപ്പർ പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ പറയുന്നതൊന്നും ആർക്കും കേൾക്കത്തില്ല. അപ്പം ഞങ്ങളുടെ ഒരു തെറാപ്പി സെഷനിൽ നമ്മുടെ തന്നെ ഇഷ്യൂസൊക്കെ അവിടെ സോൾവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ പ്രാക്ടിക്കൽ റോൾ പ്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവർക്ക് തൊണ്ടയ്ക്കെന്തോ ഞെക്കി വെച്ചേക്കുന്ന പോലെയാണ്, തൊണ്ടയിൽ ശബ്ദം വരത്തില്ല, അവർക്ക് പേടിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രൊഫസേഴ്സ് ഇവളുടെ ചൈൽഡ്ഹുഡൊക്കെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഇവളൊരു 2-3 വയസ്സൊക്കെ ഉള്ള, ഇവൾ പറഞ്ഞ കുട്ടിക്കാലല്ല, ആ ഒരു 3-4 വയസ്സൊക്കെ ഉള്ളൊരു കാലഘട്ടം ഭയങ്കര കുസൃതിയായിരുന്നു. വീട്ടിൽ കസേരയിൽ കയറി മേശയിൽ കയറും, ജനലിൻ്റെ കമ്പിയിൽ കൂടെയും ഗ്രില്ലിൽ കൂടെയൊക്കെ വലിഞ്ഞ് അങ്ങ് മേളിൽ കയറും, ഭയങ്കര ഒച്ച വയ്ക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതമായിരുന്നു. അപ്പം അമ്മയുടെ ബ്രദർ അങ്കിൾ ഉണ്ട്. അദ്ദേഹം ഇവളോട് പറയും, മിണ്ടി പോകരുത്, നീ ഒരു പെണ്ണാണ്, മിണ്ടി പോയേക്കല്ല്, പെണ്ണിൻ്റെ ശബ്ദം പുറത്ത് കേട്ടേക്കരുത്, ഇങ്ങനെ വലിഞ്ഞ് കയറരുത്, ഇങ്ങനെ ആമ്പിള്ളേരെ മരത്തെ കയറുന്നത് പോലെ നീ ഇങ്ങനെ വലിഞ്ഞ് കയറരുത്, നീ ഒരു പെണ്ണാണ്, മിണ്ടി പോകരുത്, ശബ്ദം പുറത്ത് കേൾക്കരുത്, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവളെ പണിഷ് ചെയ്ത് പേടിപ്പിച്ച് വയ്ക്കുമായിരുന്നു. അങ്ങനെ വന്നു നീ ഇദ്ദേഹത്തിൻ്റെ നിഴലിൽ കണ്ടാൽ പിന്നെ അവൾ മിണ്ടത്തില്ല, പതുങ്ങി പേടിച്ചിരിക്കും. ഈ ഭയമാണ് അവിടെ ഉള്ളിൽ കിടക്കുന്നത്. ഞങ്ങളുടെ പ്രൊഫസേഴ്സ് അവൾക്കൊരു തെറാപ്യൂട്ടിക് സെഷൻ കൊടുത്ത്, റീഡിസിഷൻ തെറാപ്പി എന്ന് പറയും, അവളുടെ മനസ്സിനെ ആ ഒരു 3-4 വയസ്സുള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു റീഡിസിഷൻ നടത്തുന്ന ഒരു തെറാപ്പിയാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ചേഞ്ചായി. എന്നിട്ട് നമ്മൾ ചെയ്തത്, ഞങ്ങളെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ പ്രൊഫസേഴ്സ് ഒരു ഹോളിൽ പോയി ഞങ്ങളെല്ലാം പുറകിലിരുന്നു. ഇവളെ മുൻപിൽ നിർത്തിയിട്ട് പിന്നെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ലൗഡർ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ പറയാൻ പറഞ്ഞു, തൊണ്ടയ്ക്കകത്തുനിന്ന് ശബ്ദം വരട്ടെ, നെഞ്ചിനകത്തുനിന്ന് ശബ്ദം വരട്ടെ. അവസാനം അവൾ അലച്ച് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയിൽ സംസാരിച്ചു. അവൾ പറയാനുള്ള പോർഷൻസ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അത് അങ്ങനെ അവളുടെ പേടി പൂർണ്ണമായിട്ട് മാറി. അവൾക്ക് നല്ല ശബ്ദത്തിൽ അവൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, നല്ലൊരു ട്രെയിനറായിട്ട് അവൾക്ക് ശോഭിക്കാനും പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ കണ്ടീഷൻ ചെയ്യും, നീ ഇങ്ങനെ ആയിരിക്കണം, നീ ഉറക്കെ സംസാരിക്കരുത്, അല്ലെ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ഒതുങ്ങിയിരിക്കണം, ഒതുക്കം വേണം, ഇങ്ങനെ ഒത്തിരി കണ്ടീഷൻ ചെയ്താൽ അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ആ കണ്ടീഷനിങ്ങിലായിരിക്കും അവർ ജീവിച്ചു പോകുന്നത്. ചിലപ്പോൾ അവർ പഠിച്ചൊക്കെ ഓരോ സ്ഥാനത്താകുമായിരിക്കാം. അപ്പോൾ അപ്പോഴും അവർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസോ അങ്ങനെ ഒക്കെ വരികയാണെങ്കിൽ നല്ല ആശയങ്ങൾ ഉള്ളിൽ കാണും, പക്ഷെ അത് പറയാനുള്ളൊരു ഫ്രീഡം, ആ ഒരു വിലക്ക് അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു വിവേചനം ഇല്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരുടെ കഴിവുകൾക്കും അഭിരുചികൾക്കും അനുസരിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് വളർത്തുകയാണ് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്.